റിട്ടുകൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 32-ലും 226-ലുമാണ് റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് റിട്ടുകളെക്കുറിച്ചാണ്. റിട്ടുകൾ എന്താണെന്ന് പറഞ്ഞു തരാം. റിട്ടുകൾ എന്നത് ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് പുറത്തിറക്കുന്ന ലീഗൽ ഓർഡേഴ്സ് ആകുന്നു. ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെടുമ്പോൾ അതിനെതിരെ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്താൽ കോടതികൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാറുണ്ട്. ഈ ഓർഡറുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകൾ എന്ന ആശയം നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നുമാണ്. ആർട്ടിക്കിൾ 32-ൽ പറയുന്ന 5 റിട്ടുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവയാകുന്നു ഹേബിയസ് കോർപ്പസ് റിട്ട്, മാൻഡമസ് റിട്ട്, പ്രൊഹിബിഷൻ റിട്ട്, കോ വാറണ്ടോ റിട്ട്, സർട്ടിയോറാരി റിട്ട്. ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്. സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആർട്ടിക്കിൾ ആകുന്നു ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആകുന്നു ആർട്ടിക്കിൾ 226. ഇനി ഓരോ റിട്ടുകളെ കുറിച്ചും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് റിട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമവിരുദ്ധമായി ഒരാളെ തടവിലാക്കിയാൽ അയാളെ വിട്ടയക്കാൻ കോടതി ഉത്തരവിടും. ഇതാണ് ഹേബിയസ് കോർപ്പസ് റിട്ട്. ശ്രദ്ധിക്കുക, നിയമവിരുദ്ധമായി തടവിലാക്കിയാലാണ്, അല്ലാതെ കോടതി ശിക്ഷിച്ച് തടവിലാക്കിയ ആളെയല്ല. സാധാരണയായി ന്യൂസുകളിലും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ടാകും, വീട്ടു തടങ്കലിൽ പെട്ടവർക്ക് വേണ്ടിയിട്ട് ഹേബിയസ് കോർപ്പസ് റിട്ടുകൾ കോടതി പുറപ്പെടുവിക്കുന്നത് നമ്മൾ ന്യൂസുകളിലും മറ്റും കണ്ടിട്ടുണ്ടാകും, അല്ലേ? മാൻഡമസ് റിട്ട്. മാൻഡമസ് റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ നിയമബാധ്യതകൾ നിറവേറ്റാതിരിക്കുന്നു എന്ന പരാതിയിൽ കോടതി ഉത്തരവിടുന്നതിനെയാണ് മാൻഡമസ് റിട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രൊഹിബിഷൻ റിട്ട്. പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരം ഇല്ലാത്ത ഒരു കേസ് പരിഗണിക്കുമ്പോൾ അതിനെ തടയാൻ കോടതി ഉത്തരവിടും. ഇതാകുന്നു പ്രൊഹിബിഷൻ റിട്ട്. നെക്സ്റ്റ് വരുന്നത് കോ വാറണ്ടോ റിട്ട് ആകുന്നു. കോ വാറണ്ടോ റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും അയോഗ്യനായിട്ടും ഒരു പദവി വഹിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ഉത്തരവുകളെയാണ് കോ വാറണ്ടോ റിട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാകുന്നു സർട്ടിയോറാരി റിട്ട്. സർട്ടിയോറാരി റിട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു താഴ്ന്ന കോടതി നൽകിയ തെറ്റായ ഉത്തരവിനെ ഉയർന്ന കോടതി റദ്ദു ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന റിട്ടാകുന്നു സർട്ടിയോറാരി റിട്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റുകൾ എന്താണ് എന്നതിനെ കുറിച്ചാണ്. അതെന്താണെന്ന് പറയാം. ദാറ്റ് ഈസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ലിസ്റ്റുകൾ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിവിഷൻ ഓഫ് പവേഴ്സിനെയാണ്. അതായത് രാജ്യത്തെ അധികാര വിതരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെയാണ് ലിസ്റ്റുകൾ എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പട്ടിക 7-ലും ഭാഗം 11-ലുമായിട്ടാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 245 മുതൽ ആർട്ടിക്കിൾ 255 വരെയും ലിസ്റ്റുകളെ കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആകുന്നു ആർട്ടിക്കിൾ 246. നിയമനിർമ്മാണ അധികാരങ്ങൾ 3 ലിസ്റ്റുകളായി വിഭജിച്ചിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. ദാറ്റ് ആർ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. എന്താണ് യൂണിയൻ ലിസ്റ്റ്? യൂണിയൻ ലിസ്റ്റ് പ്രകാരം നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ സഭയ്ക്കാകുന്നു. 97 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ, രാജ്യം മുഴുവൻ പൊതുവായ നയങ്ങൾ രൂപപ്പെടുത്തേണ്ട വിഷയങ്ങൾ, ഇവയെല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രതിരോധം, ആണവശക്തി, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, കറൻസി നാണയങ്ങൾ, ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനങ്ങൾ, നദീജല വിതരണം, ദേശീയപാത, ബാങ്കിംഗ്, ഇൻഷുറൻസ്, റെയിൽവേകൾ, വ്യോമപഥങ്ങൾ, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, പൗരത്വം, പേറ്റന്റും പകർപ്പവകാശവും, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യാപാരം, കുടിയേറ്റം, സെൻസസ്, ആശയവിനിമയോപാധികൾ, ലോട്ടറി, ഉപ്പിന്റെ ഉൽപ്പാദനവും വിതരണവും, സിനിമാ നിർമ്മാണം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കസ്റ്റംസ് തീരുവ, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി, ആദായ നികുതി, അളവ് തൂക്കങ്ങളുടെ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നത്, ഈ തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി നമുക്ക് എന്താണ് സംസ്ഥാന ലിസ്റ്റ്, അതായത് എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് നോക്കാം. സ്റ്റേറ്റ് ലിസ്റ്റ് പ്രകാരം നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കായിരിക്കും ഉണ്ടാവുക. 61 വിഷയങ്ങളാണ് സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത്. മുമ്പ് 66 വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവയാകുന്നു കൃഷി, പോലീസ്, ജയിൽ, തദ്ദേശ ഭരണകൂടങ്ങൾ, പൊതുജനാരോഗ്യം, മത്സ്യബന്ധനം, സംസ്ഥാനങ്ങൾക്കുള്ള വ്യാപാരവും വാണിജ്യവും, വാഹന നികുതി, മദ്യം, ആഭ്യന്തര തീർത്ഥാടനം, ഭൂനികുതി, കെട്ടിട നികുതി, കന്നുകാലി പരിപാലനം, സംസ്ഥാന പബ്ലിക് സർവീസുകൾ, ചരക്കുകളുടെ ഉൽപ്പാദനവും വിതരണവും, ഗതാഗതം, സ്റ്റാമ്പ് ഡ്യൂട്ടി. എന്താണ് കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമനിർമ്മാണം നടത്തുവാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരമുള്ള വിഷയങ്ങളാകുന്നു കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. 52 വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവയാകുന്നു കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്തുക്കളുടെ കൈമാറ്റം, തൊഴിൽ സംഘടനകൾ,
വൈദ്യുതി, ഫോറസ്റ്റ്, വിവാഹവും വിവാഹമോചനവും, കുടുംബാസൂത്രണം, ജനസംഖ്യാ നിയന്ത്രണം, സാമ്പത്തികാസൂത്രണം, മായം ചേർക്കൽ, ദത്തെടുക്കലും പിന്തുടർച്ചയും, പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടിശാലകൾ, ക്രിമിനൽ നിയമങ്ങൾ, ക്രിമിനൽ നടപടിക്രമങ്ങൾ ഇവയെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നവയാകുന്നു. ദെൻ നെക്സ്റ്റ് നമുക്കൊന്ന് ശ്രദ്ധിക്കുവാനുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ 5 വിഷയങ്ങളെക്കുറിച്ചാണ്. 1976 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 42ാം അമെൻമെന്റ് പ്രകാരം 5 വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവയാകുന്നു: ഫസ്റ്റ് 1 വിദ്യാഭ്യാസം, രണ്ടാമത്തത് വനം, 3 അളവ് തൂക്കം, 4 വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, 5 സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള നീതിന്യായ ഭരണം. ഈ 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് വർഷം 1976 42ാം ഭേദഗതി പ്രകാരം.